കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം, ഒരു 3000 പേര് വരെ അംഗങ്ങളായിട്ടുള്ള, അത് ലോകമൊട്ടൊക്കെയുള്ള, നമ്മൾ പല രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ നാട്ടിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള 3000 പേർക്ക് പുറത്തു വരുന്ന ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമാണ് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി. അതിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്. ഞാൻ റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. നമ്മളെ കോർ കമ്മിറ്റി അംഗങ്ങളും ആണ് ഈ ഇത്രയും പേര് ഇരിക്കുന്നത്. ഇന്ന് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നവർ മാത്രം. വരാനാണെങ്കിൽ ധാരാളം പേരുണ്ട്. നമ്മുടെ സ്ഥലപരിമിതി കൊണ്ട് ഇങ്ങനെ ലിമിറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ജോർജ് സാറ്, CP ജോർജ് സാറ്, ആൾ റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് KSEBയുടെ. പിന്നെ ജേക്കബ് മാത്യു സാറ്, അദ്ദേഹം ശരിക്കും നമ്മുടെ കേരളത്തിലെ മൊബൈൽ ടെക്നോളജി കൊണ്ടുവന്നതിലൊരു ഫൗണ്ടർ മെമ്പറാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അറിവുള്ള ആണ് അദ്ദേഹം. പിന്നെ ഡോക്ടർ CP ജീവൻ, അദ്ദേഹം PhD എൻവയോൺമെൻറ്റ് സയൻസിൽ PhD ചെയ്ത ആളാണ്, റിട്ടയേർഡ് സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രൊസ്യൂമേഴ്സാണ്. അതായത് പ്രൊസ്യൂമർ മീൻസ് കേരളത്തിൽ സോളാർ സ്ഥാപിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ 2024 ഫെബ്രുവരിയിലാണ് ഇങ്ങനെ ഒരു സംവിധാനം ഓരോരുത്തരും അഫക്റ്റഡായിട്ട് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെ വലിയൊരു സംരംഭമായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഈ രംഗത്ത് വന്നപ്പം മുതൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ നടക്കുന്ന ഹിയറിംഗ് ഒക്കെ സ്വല്പം മാറ്റങ്ങൾ വന്നു. പബ്ലിക് ഇത് അറിഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഡ്രാഫ്റ്റ് സംബന്ധിച്ച് വലിയ അതായത് സോളാർ റീന്യൂവബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് 2025 പുതിയ നിയമം, ഇനി വരുന്ന 5 വർഷത്തേക്കുള്ള ഈ നിയമമാണ്. പക്ഷേ അത് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ അവരുടെ വാക്കും കേട്ട്, കഴിഞ്ഞ നിയമപ്രകാരം അവരുടെ വാക്കും കേട്ട് സോളാർ സ്ഥാപിച്ചിട്ടുള്ള എല്ലാവർക്കും തിരിച്ചടി വരാൻ പോവുക. ഈ രംഗത്തേക്ക് വരണ്ട എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവരിറക്കിയ ഡ്രാഫ്റ്റ് വളരെ വിശദമായിട്ട് സ്റ്റഡി ചെയ്തു. 42 പേജുള്ള ഒരു കമൻറ്റ്സ് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 6 ദിവസം ഓൺലൈൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു റെഗുലേറ്ററി കമ്മീഷൻ്റെ. നിങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്ത് കാണാം. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ അറ്റൻഡ് ചെയ്ത KSEBയുമായി ബന്ധപ്പെട്ട യൂണിയൻകാരല്ലാതെ ചിലപ്പോൾ 1-2 വ്യക്തികൾ അല്ലാതെ അതിൽ അറ്റൻഡ് ചെയ്ത ആരും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. വീട്ടമ്മമാരൊക്കെ അതിന് ഇവരുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ സോളാർ വയ്ക്കാത്തവർ വന്ന് ഇതിനെ എതിർത്ത് പറയുന്നതൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെയല്ല നടന്നത്. സോളാർ വെക്കാത്തവർ പോലും രംഗത്ത് വന്നത് നാളെ ഞങ്ങൾക്ക് സോളാർ വെക്കണം, അല്ലെങ്കിൽ എൻ്റെ അനിയന് സോളാർ വെക്കണം, പക്ഷേ ഈ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഇനി സോളാർ വെക്കാൻ പറ്റത്തില്ല. അത്രയും വളരെ തീക്ഷ്ണമായ ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു ഡ്രാഫ്റ്റാണിത്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളും കാര്യങ്ങളും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പണ്ട് കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ എതിർത്തതുപോലെ ഒരു സംഭവമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പൗരന്മാരാണ്, നിങ്ങൾ മീഡിയക്കാരാണെങ്കിലും ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ സത്യം എന്താണെന്ന് കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ ദൗത്യം. അതായത് ഈ KSEB ഇറക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി അനുകൂലിച്ചുകൊണ്ട്, ഈ ഡ്രാഫ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഇറക്കുന്ന പല കാര്യങ്ങളും സത്യവിരുദ്ധമാണ്. അത് പലർക്കും മനസ്സിലാകുന്നില്ല. കാരണം അല്പ ഹൈടെക്കാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനത് മനസ്സിലാകില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പബ്ലിക്കിന് മനസ്സിലാകത്തക്കണം സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കണം. അത്രയ്ക്കും പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ 2025 ജൂലൈ മാസത്തെ കണക്ക് പറഞ്ഞാൽ 234 ഗൈഗാവാട്ട്സ് ആണ് ഇന്ത്യയുടെ ഉൽപ്പാദനശേഷി, പുനരുപയോഗ ഹരിത വൈദ്യുതിയുടെ സ്രോതസ്സിൻ്റെ ഉൽപ്പാദനശേഷി. അത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്മുടെ ഉൽപ്പാദനശേഷിയായിട്ടുള്ള 485-ൻ്റെ 48.25%. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ന്യൂക്ലിയറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഏകദേശം 8780 ഉണ്ട്. ഇതും കൂടെ ചേർത്താൽ ഏകദേശം 50% നമ്മൾ ക്രോസ് ചെയ്തു. അത് ടോട്ടൽ. അതോടൊപ്പം നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, നെറ്റ് സീറോ 2070 ഇന്ത്യയിലെ മുഴുവൻ എനർജി ഉപയോഗവും നമുക്ക് കാർബണിൽ നിന്ന് മാറ്റി സീറോ കാർബണിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെയും പോളിസികളും പ്ലാനുകളും അനുസരിച്ചാണ് ഈ രാജ്യം മുഴുവൻ പോകുന്നത്. നമ്മൾ മാത്രമല്ല, അതിനനുഗതമായിട്ട് ഉള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിലും വേണ്ടത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പ്രൈം മിനിസ്റ്റർ PM സൂര്യഘർ യോജന എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതിനനുസരിച്ച് 1 കിലോ വാട്ടിന്
30,000 രൂപ സബ്സിഡി, അത് ആ ഒരു 78,000 രൂപ വരെ കിട്ടും. ആ ഒരു സബ്സിഡി കേരളത്തിലെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ക്ലിക്കായി. ഇവിടെ ക്ലിക്കായതിൻ്റെ ഫലമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ 30 കൊല്ലമായിട്ട് കേരളത്തിൽ കാര്യമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കിയാൽ ഹൈഡ്രോയിഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമേ ഇവിടെ കൂടുന്നുള്ളൂ. നമ്മൾ ടോട്ടൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് സോളാറിൻ്റെ ഉൽപ്പാദനം, ശരിക്കും പറഞ്ഞാൽ സോളാറിൻ്റെ ഉൽപ്പാദനം 1400 മെഗാവാട്ട് കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ഒരു ഇതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന അർത്ഥം. പക്ഷേ പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നേരത്തെ പറയുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു എനർജീനെ നമുക്കറിയാം, ഇതിന് കുറച്ച് സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. ആ സ്വഭാവ വ്യത്യാസങ്ങളെ നേരാമണ്ണം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശൃംഖല, ഗ്രിഡ് എന്ന് പറയുന്നത് നാഷണൽ ഗ്രിഡ്. ആ നാഷണൽ ഗ്രിഡിനെ പരുവപ്പെടുത്താൻ പറ്റുന്ന പോളിസികൾ ഇതുണ്ട്. ഇവിടെ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു കേന്ദ്ര കമ്പനികളുണ്ട്. അവരുടെ ഉത്തരവാദിത്തമാണ് ഇത് നോക്കുക. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ കേരളത്തിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു പോളിസിയും അതിനനുസൃതമായിട്ടുള്ള റെഗുലേഷനുകളും ചട്ടങ്ങളും ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ അവിടെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് കഴിഞ്ഞ ഏതാനും 10-30 കൊല്ലമായിട്ട് ഉണ്ടാക്കാത്ത ടാർഗറ്റുകൾ KSEBിക്കോ സർക്കാരിനോ ഒരു പൈസ പോലും ചിലവില്ലാതെ ഈ പ്രൊസ്യൂമേഴ്സ് സ്വന്തം വീട്ടിൽ സ്വന്തം ചിലവിലുണ്ടാക്കി ഇത്രയും ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പുറത്തുനിന്ന് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് അത്രയും ഇലക്ട്രിസിറ്റി ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന ഇലക്ട്രിസിറ്റി വലിയ വിലയ്ക്ക് മേടിച്ച് ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ പ്രസരണ ശൃംഖലയും വിതരണ ശൃംഖലയും ഉപയോഗിക്കാതെ തന്നെ സ്വന്തം ഇതിൽ ഇവിടെ ഉണ്ടാക്കി അവർ സ്വയം ഉപയോഗിക്കുകയും ആ ഇലക്ട്രിസിറ്റി തൊട്ടടുത്ത ആൾക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇലക്ട്രിസിറ്റി, വലിയ വിലക്കുള്ള ഇലക്ട്രിസിറ്റി വാങ്ങിക്കണം. രണ്ടാമത് ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെയും ഉപയോഗിക്കണം. അതിൻ്റെ ശേഷി കൂടുതൽ വേണം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ലാഭമാണ്. ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇവർ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഈ റെഗുലേഷൻ, ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനകത്ത് പറയുന്ന കാര്യങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ട് നോക്കിയാലും നമ്മൾ സാങ്കേതികമായിട്ട് നോക്കിയാലും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം അതിൻ്റെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ലക്ഷ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡീസെൻട്രലൈസേഷൻ, ഡീകാർബണൈസേഷൻ, അതിനുശേഷം എന്താ പറയുക, ഒന്നുകൂടി ഉണ്ട് ഡിജിറ്റലൈസേഷൻ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് പോസിറ്റിൻ്റെ ലക്ഷ്യം അതാണ്, ഡിജിറ്റലൈസേഷൻ, ഡീകാർബണൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഈ ഡീസെൻട്രലൈസേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ വലിയ പവർ സ്റ്റേഷനിൽ നിന്ന് മാറിയിട്ട് ചെറിയ ചെറിയ പവർ സ്റ്റേഷൻ, അത് ഉപയോഗത്തിൻ്റെ ലോഡ് സെൻറ്ററിൽ തന്നെ ഉണ്ടാകുക. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പവർ സ്റ്റേഷൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഡ്രാഫ്റ്റ് പോളിസിയും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രചരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ഒട്ടും ശരിയല്ല. നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെയും ഇന്ത്യയുടെ നാഷണൽ പോളിസിക്ക് അനുസരിച്ചും ഇലക്ട്രിസിറ്റി പോളിസിക്കും വിരുദ്ധമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഇലക്ട്രിസിറ്റി ആക്ട് എന്ന് പറയാം, അതിന് വിരുദ്ധമാണ്, നാഷണൽ പോളിസിക്ക് വിരുദ്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈദ്യുതാവകാശ നിയമം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന പവർ പൊസിഷനും വിരുദ്ധമാണ്. ഇങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഒന്ന്, പുതിയ നിക്ഷേപകർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾക്കുണ്ടായിരുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞത്, നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റി ഒരു മാസത്തെ അവസാനം ബില്ലാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയും ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയും തമ്മിൽ നെറ്റ് ചെയ്തു. ഞാൻ 100 യൂണിറ്റ് ഉണ്ടാക്കി 200 യൂണിറ്റ് ഉപയോഗിച്ചു, പക്ഷേ 100 യൂണിറ്റിൻ്റെ പൈസ ഞാൻ കൊടുത്താൽ മതി. അതാണ് നെറ്റിംഗ് എന്ന് പറയുന്നത്. അതിനാണ് ശരിക്കും അത് അങ്ങനെ എന്നിട്ട് മിച്ചമാണ്. അല്ലെങ്കിൽ ഞാൻ 300 യൂണിറ്റ് ഉണ്ടാക്കി, അതിനുശേഷം 200 യൂണിറ്റ് ഉപയോഗിച്ചു, മിച്ചം 100 യൂണിറ്റ് ഉണ്ട്. അതെനിക്ക് അടുത്ത മാസത്തേക്ക് കാര്യം പറയും, അതിന് ബാങ്കിങ് എന്ന് പറയും. അങ്ങനെ ബാങ്ക് ചെയ്ത് 1 വർഷം വരെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ആ വർഷാവസാനമാകുമ്പോൾ ഇവർ അതിൻ്റെ APPC റേറ്റ്, ആ ഒരു റേറ്റിൽ നമുക്ക് തരും. ആ ഒരു രീതിയിലേക്ക് വരുന്നു. ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നപ്പോൾ ശരിക്കും ബാങ്കിങ് എന്ന് പറയുന്ന സിസ്റ്റമേ എടുത്ത് കളഞ്ഞു. ഇവർ പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് യാതൊരു കുഴപ്പമില്ല, പക്ഷേ തെറ്റാണ്. ബാങ്കിങ് നിങ്ങൾക്ക് ഇല്ല. ബേസിക്കലി ഇതിനെ 3 ഡിവൈഡ് ചെയ്തിട്ട് 3 സോണായിട്ട് തിരിച്ചിട്ടാണ് ഇവർ ഇതിനെ ചെയ്തത്. അപ്പം നെറ്റല്ല, ഇവർ ഉപയോഗിക്കുന്ന വൈദ്യുതി സോളാർ സമയത്തുള്ള വൈദ്യുതി സോളാർ സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അടുത്ത സോണിലേക്ക് രാത്രിയിലേക്ക് വരുമ്പം അതിൻ്റെ 60.67% ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ രാത്രിയിലേക്ക് വരുമ്പോൾ 0.85%. അത് തെറ്റോ ശരിയോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ശരിയാണ്. ഇവർക്ക് ചിലവ് കൂടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ കണക്കുകളുണ്ടാവും.
ആ കണക്കുകൾ കൊണ്ട് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം പോലെ ചെയ്യുന്നത് ശരിയല്ലെന്ന് ഇവിടെ പറയാനുള്ളൂ. എക്സിസ്റ്റിംഗ് കൺസ്യൂമർക്ക് ഉള്ള ഇതാണ് ഞാൻ പറഞ്ഞത്, എക്സിസ്റ്റിംഗ് കൺസ്യൂമർക്കുള്ള പ്രശ്നങ്ങൾ. പുതിയ കൺസ്യൂമർക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പറയുന്ന നെറ്റ് മീറ്ററിംഗ് ഇല്ല, നെറ്റ് മീറ്ററിങ് ഇല്ല. മാത്രമല്ല 3 KW വരെയുള്ള പരമാവധി ഉള്ളൂ. 3 KW അവർക്ക് അനുസരിച്ച് അവിടെയുള്ളവർക്ക് ഒന്നുമില്ല. മുമ്പ് 1 മെഗാവാട്ട് വരെ വന്നായിരുന്നവർക്ക് ആണ് പെട്ടെന്ന് ഇതിങ്ങനെ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകുന്നതാണ്. ഞാനത് പറയുന്നത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ, ഒരു ഉപഭോക്താവ് സ്വന്തം ഉപയോഗം കഴിഞ്ഞ് അടുത്ത നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കയറ്റി വിടുന്നു. ആ ഇലക്ട്രിസിറ്റി കൊണ്ട് തൊട്ടടുത്ത ഉപഭോക്താവ് ഉപയോഗിക്കുകയാണ് ഇലക്ട്രിസിറ്റി. അപ്പം തൊട്ടടുത്ത ആ നെറ്റ്വർക്ക് തന്നെ ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവർക്കിതിന് കൂടുതൽ വില രാത്രി മേടിക്കുന്ന ഒരു പ്രയോജനം അവിടെ എല്ലാം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലും. ഫോർ എക്സാമ്പിൾ കർണാടകയിലാണെങ്കിൽ, കേരളത്തിൽ നമുക്കറിയാം, നമുക്കിവിടെ ഈ പറഞ്ഞ എല്ലാം കൂടെ കൂട്ടിയാൽ 1500 മെഗാവാട്ട് അല്ലെങ്കിൽ 1700 മെഗാവാട്ടേ ഉള്ളൂ. അതേസമയം അവിടെ 22 ഗൈഗാവാട്ട്സ്, രാജസ്ഥാന് 32 ഗൈഗാവാട്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ള ഒരു സ്റ്റേറ്റൊക്കെ കൃത്യമായിട്ട് ഈ ഗ്രിഡിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മളിവിടെ പറയുന്നത് ഇത് വലിയ പ്രശ്നമാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇഞ്ചക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി തൊട്ടടുത്ത കൺസ്യൂമർ ഉപയോഗിക്കുകയും അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് ശരിക്കും പറഞ്ഞാൽ അന്നേരം അടുത്ത ആൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാഭകരമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് നേരെ പറഞ്ഞ പോലെ മേടിക്കേണ്ടാത്തത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ ലാഭിക്കുകയും ചെയ്യാം. പിന്നെ അതിന് എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ കൃത്യമായ ഡേറ്റ എടുക്കാനായിട്ട് നമുക്കതിനുള്ള സൗകര്യം. അതാണ് ഈ നേരത്തെ പറഞ്ഞ സ്മാർട്ട് മീറ്റർ ആൻഡ് AMI. അത് ഇതുവരെ സാങ്ഷൻ ചെയ്തില്ല. ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം ഈ വക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ അതിനകത്ത് പുറത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ ഇതുവരെ അതിന് അപ്രൂവൽ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കണം. ഈ വക കാര്യങ്ങൾ കൊണ്ടുവന്നാലേ ഉള്ളൂ ഇത് എത്രമാത്രം നമ്മുടെ ഗ്രിഡിനെ എഫക്റ്റ് ചെയ്യുന്ന അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വക കാര്യങ്ങളിൽ ഇവർ പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ശരിയായ കണക്കുകൾ, ശരിയായ കാര്യങ്ങൾ റിയൽ ടൈമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് സാധാരണ ഉപഭോക്താക്കളെ ഭാരപ്പെടുത്തുന്നതാണ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. അതിനകത്ത് സാധാരണ ഉപഭോക്താക്കളെ ഭാരപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഈ ഇലക്ട്രിസിറ്റി അവർ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന പുറത്തുനിന്നുള്ള ഇലക്ട്രിസിറ്റി വാങ്ങാതിരിക്കുകയും അതിന് നെറ്റായിട്ടുള്ള, മാത്രമല്ല അങ്ങനെ വാങ്ങാതിരിക്കുമ്പോൾ ആ വെള്ളം, ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്രയും വെള്ളം അവിടെ സേവ് ചെയ്യപ്പെടും. നമ്മൾ ഡാമിൽ ഉപയോഗിക്കേണ്ട വെള്ളം, ആ വെള്ളം അവിടെ ഡാമിൽ സേവ് ചെയ്യുകയും അതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ് ഇവർക്ക് കൂടുതൽ ചിലവാകുന്നത് മനസ്സിലായില്ല. മാർക്കറ്റിൽ കൂടുതൽ വിലയുണ്ടെന്ന് പറഞ്ഞാൽ ശരി തന്നെ, മാർക്കറ്റിലാണെങ്കിൽ വാങ്ങിച്ചാലേ ചിലവാകുള്ളൂ. ഇവിടുത്തെ കൂടുതൽ ഇലക്ട്രിസിറ്റി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ചിലവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ആ കണക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ എത്തിക്കണം. മാത്രമല്ല നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചും പോളിസി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോളിസി അനുസരിച്ചും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വാങ്ങിക്കേണ്ട മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം. RPO എന്നാണ് പറയുന്നത്, റിന്യൂവൽ പർച്ചേസ് ഒബ്ലിഗേഷൻ. നമ്മളിപ്പോഴൊരു 30% ഇലക്ട്രിസിറ്റി കേരളത്തിൽ ഉപയോഗിക്കുക. അത് തന്നെ 2 വിധത്തിൽ ഇവർ പറയുന്നത്. നേരത്തെ പർച്ചേസ് ഒബ്ലിഗേഷൻ എന്നാണ് പറയുന്നത്. അതിനെ മാറ്റിയിട്ട് ഇപ്പം പുതുതായിട്ട് എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരം, അതായത് നമ്മൾക്ക് അതിനെ RCO എന്നാണ് പറയുന്നത്, എനർജി കൺസപ്ഷൻ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഇത്ര ശതമാനം നമ്മൾ നിർബന്ധമായിട്ട് മേടിക്കണം. അപ്പം ഈ പുതിയ നിയമം അനുസരിച്ച് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മാൻഡേറ്ററി ആണ്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനകത്ത് പിഴ വരും. ശരിക്കും പറഞ്ഞാൽ KSEBക്ക് പിഴ വരും. അതിൻ്റെ KSEBക്ക് പിഴ വന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്യൂമറിലേക്ക് എത്തും. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത് ഈ RPO മീറ്റ് ചെയ്തില്ലെങ്കിൽ ഉള്ള പിഴ, അതിന് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്, നമുക്കറിയാം ഈ റിന്യൂവബിൾ എനർജിനെ പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യകത അത് പ്രൊക്യൂർ ചെയ്യണം. അപ്പോൾ ഇപ്പം ഒരു 2030 50% മാൻഡേറ്ററിയാണ്. അപ്പോൾ ആ മാൻഡേറ്ററി ചെയ്യുമ്പോൾ അന്നേരം ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ, ഈ പറയുന്ന നമ്മുടെ സോളാർ റൂട്ട് ഓഫിൻ്റെ തന്നെ വാങ്ങിക്കണം എന്ന്, ഒരു 4% തന്നെ വാങ്ങിക്കണം എന്നുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. ഇതൊന്നും ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം സോളാർ ഇൻറ്റേണലായിട്ട് ആഭ്യന്തര ഉൽപ്പാദനം നടക്കുകയും ആഭ്യന്തര ഇത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭങ്ങളും, അത് മാത്രമല്ല നമുക്കറിയാം 1 മെഗാവാട്ട് സോളാർ ഇവിടെ ഉണ്ടാക്കുമ്പോൾ 6 കോടി രൂപയാണ്. 1000 മെഗാവാട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന 6000 കോടി രൂപയാണ്. ഇപ്പോൾ ഏകദേശം 1400 മെഗാവാട്ടോളം ഇവിടെ ഉണ്ടാക്കിയെങ്കിൽ അതിനർത്ഥം ഏകദേശം 8000 കോടി രൂപയുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ജോലി ഉണ്ടായി. നമുക്കറിയാം ഇതിനകത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ജോലിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കുന്നൊരു സാഹചര്യത്തിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഊർജ്ജ മേഖലയെ മാത്രമല്ല, ഇവിടുത്തെ മൊത്തം എക്കണോമിനെ ബാധിക്കും ഉള്ളത് യാതൊരു സംശയമില്ല. ഒന്ന് സ്മാർട്ട് മീറ്റർ വെച്ചിട്ടില്ല. അതായത് സ്മാർട്ട് മീറ്റർ വെച്ചാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആവും. അതിവിടെ സമ്മതിക്കുന്നില്ല. പിന്നെ അതുപോലെ ഗ്രിഡ് സ്റ്റേബിലിറ്റിക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ധാരാളം ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്.
അതൊന്നും അവർ ചെയ്യാൻ റെഡിയല്ല, KSEB ചെയ്യാൻ റെഡിയല്ല. ഇതുവഴി KSEBയുടെ ഇന്നബിലിറ്റി, കേപ്പബിലിറ്റി ഇല്ലായ്മ കൊണ്ടുവന്നിട്ട് സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെ തലയിൽ ഇട്ടിരിക്കുക. ഈ ഗ്ലോബലായിട്ടുള്ള എനർജി എക്കോസിസ്റ്റം 3Ds എന്നറിയപ്പെടുന്ന ഡിജിറ്റലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഡീകാർബണൈസേഷൻ എന്നീ ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വളരെ വേഗത്തിൽ മാറ്റം അതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് KSEB അതിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഇവർ കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പല മേഖലകളിലും ഇത് കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളമായിട്ടുള്ള ഉദാഹരണമുണ്ട്. മാറ്റത്തെ ഉൾക്കൊള്ളാതെ, മാറ്റത്തെ തടഞ്ഞു നിർത്തിയതിന് ശേഷം മാറ്റം വന്ന് നമ്മളുടെ മുകളിൽ കയറുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കുക. നമ്മുടെ മുമ്പിലുള്ള പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസ്, ഞാനൊരു പേരെടുത്ത് പറയുന്നില്ല, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഈ പരിഷ്കരണം KSEB നടപ്പാക്കിയില്ലെങ്കിൽ, നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് പ്രൊസ്യൂമർ സൈഡിലുള്ള കാര്യമാണ്. പക്ഷേ ഒരു പബ്ലിക് യൂട്ടിലിറ്റി എന്നുള്ള നിലയിൽ KSEB ഒരു കാലഹരണപ്പെട്ടുള്ള സാധ്യത ഈ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഏജിൽ ഞാൻ കാണുന്നു. വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എനർജി മേഖലയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യകൾ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ മോഡിഫൈ ചെയ്ത്, ഓർഗനൈസേഷനെ റീസ്ട്രക്ചർ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. KSEB അതിൻ്റെ ഒരു എഡ്ജിൽ വന്ന് നിൽക്കുകയാണ്. ഈ പറയുന്ന പരിവർത്തനങ്ങളെ ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമേഴ്സ്, സോളാർ വെച്ചിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ പ്രൊസ്യൂമേഴ്സ്, പിന്നെ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സ്, ഈ 3 കാറ്റഗറി പെടുന്ന ആൾക്കാരെ വളരെ ശക്തമായിട്ട് അവർ പവർഫുൾ ആവുന്നുണ്ട് ഈ എക്കോസിസ്റ്റത്തിൽ. ആ പവർഫുൾ ആവുന്ന എക്കോസിസ്റ്റത്തിൽ ട്രഡീഷണലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ KSEB, അതുപോലെ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ, അവരുടെ മൊണോപ്പൊളി, അവരുടെ പ്രസക്തി ഇത് കുറഞ്ഞു വരും. ഇത് കുറഞ്ഞ് വന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകും. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അടുത്ത 5 വർഷത്തേക്കുള്ള റെഗുലേഷനാണ് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെഗുലേഷനകത്ത് ഇത്തരത്തിലുള്ള ഈ ട്രാൻസ്ഫോർമേഷണൽ ടെക്നോളജീസ് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ഇവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനുള്ള ഒരു തീരുമാനമോ ഒരു ഗൈഡ് ലൈൻസോ അതിൽ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ പല മേഖലകളിലും കേരളീയരായിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ ചെയ്യേണ്ടിയിരുന്നു എന്ന് അന്ന് തോന്നിപ്പിക്കും. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴേ എടുത്തു പറയുന്നത്. ഈ ഡിജിറ്റലൈസേഷൻ ആക്ടിവിറ്റീസ് സ്വീകരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ബിസിനസ് മോഡലുകൾ, റവന്യൂ സ്ട്രീംസ് ഇത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഈ KSEB ഇവരുടെ ആ ഒരു എക്സിസ്റ്റൻസ് വളരെ ഇറിലവൻ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ഓൾറെഡി ഉണ്ട്. ഇത് കൂടുതലായിട്ട് ഇനി ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ നമ്മൾ എക്സാമ്പിൾസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ടെക്നോളജീസിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഓർഗനൈസേഷൻസിനെ മോഡിഫൈ ചെയ്ത് എല്ലാ യൂട്ടിലിറ്റീസും, ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ യൂട്ടിലിറ്റീസും കൂടുതൽ പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഇതിന് ധാരാളമായിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ടാറ്റ പവർ ഡിസ്ട്രിബ്യൂഷൻ ഡൽഹിയിലുള്ള ബാക്കി 2 ഡിസ്ട്രിബ്യൂഷൻസ് കമ്പനികളുടെ ഉണ്ട്. അവരൊക്കെ ഇത് അഡാപ്റ്റ് ചെയ്ത് വളരെ പ്രോഫിറ്റബിളായിട്ട്, നമ്മൾ വേറെ എങ്ങും പോകണ്ട, ഇവരുടെ മാർക്കറ്റ് വാല്യൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും അവരുടെ മാർക്കറ്റ് വാല്യൂ. KSEBയെ പോലെ പോയിക്കൊണ്ടിരുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളാണ്, പക്ഷേ ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ റെഗുലേറ്ററി ഫോർസൈറ്റ് വേണം, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വേണം, കൺസ്യൂമർ സെൻട്രിക് റീഫോംസ് വേണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ പോസിബിളായിട്ടുള്ളൂ. ഈ യാതൊരു വിധമായിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു ചേഞ്ചും നമ്മുടെ ഈ വരുന്ന 5 വർഷത്തേക്കുള്ള ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ KSEBക്ക് ഈ രീതിയിലുള്ള ചേഞ്ചസ് നിർബന്ധമായും വരുത്തത്തക്ക രീതിയിൽ അതിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്ത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ പറയുമ്പോൾ ആദ്യം കാണുന്നത് KSEBയിലുള്ള ഇത് വരുന്നത് കാരണം നഷ്ടം വരുന്നു അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന KSEBയിലുള്ള എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട്, കൺസ്യൂമേഴ്സിനെയും പ്രൊസ്യൂമേഴ്സിനെയും ഉൾക്കൊണ്ടുകൊണ്ട്, ഗവൺമെൻറ് പ്രതിനിധികളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും തൃപ്തിപ്പെടുത്തി ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ KSEB തീർച്ചയായിട്ടും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി മുന്നോട്ട് പോകുമ്പോൾ നേരിടും. ഈ സാമ്പത്തിക പ്രതിസന്ധി ടാരിഫ് ഇൻക്രീസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും. ഈ തരുണത്തിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഈ KSEBയെ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ആ ചോദ്യങ്ങൾ കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം ശരിക്കും പറഞ്ഞാൽ KSEBL അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നെന്ന് പറയുന്നത് സാലറി ആൻഡ് പെൻഷൻ ലയബിലിറ്റീസ് KSEBയുടേത് കുറയാൻ സാധ്യതയുണ്ടോ? നമുക്കെല്ലാം അറിയാം, ഒരു സാധ്യതയില്ല. വർഷങ്ങൾ പോകുന്തോറും ഇത് കൂടിക്കൊണ്ടിരിക്കും. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പവർ സെഗ്മെൻറ്റിലുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കുറയാൻ സാധ്യതയുണ്ടോ? അതിന് സാധ്യതയില്ല. ക്ലൈമറ്റ് ചേഞ്ച് കൺസേൺസ് മാറിപ്പോകാൻ സാധ്യതയുണ്ടോ? അതിനും സാധ്യതയില്ല. ഡിസ്റപ്റ്റീവ് ടെക്നോളജീസും ഇന്നോവേഷനും ഇത് കുറയാൻ സാധ്യതയുണ്ടോ? ഇതിനും സാധ്യതയില്ല. ഇതിൻ്റെ സ്പീഡ് കുറയാൻ സാധ്യതയില്ല. നമുക്കിപ്പോൾ കിട്ടുന്ന KSEBയുടെ റേറ്റിലുള്ള സപ്ലൈക്കായിട്ട് ചീപ്പായിട്ടുള്ള സപ്ലൈ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും KSEBയുടെ സപ്ലൈ എടുക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. നമ്മൾ തീർച്ചയായിട്ടും ആ ചീപ്പറിലേക്ക് മാറും. ഈ താരിഫ് ഹൈക്സ് കൊണ്ട് മാത്രം ഇപ്പോഴും ഒരു 19 പൈസയുടെ ഹൈക്ക് വേണമെന്ന് ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. ഈ താരിഫ് ഹൈക്സ് കൊണ്ട് മാത്രം KSEBയുടെ എല്ലാ ഫിനാൻഷ്യൽ ലയബിലിറ്റീസും തീർക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒരു സാധ്യതയില്ല. അപ്പോൾ ടൈം ബൗണ്ട് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് ഈ പറയുന്ന നമ്മളുടെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട് KSEB തയ്യാറാകുന്നുണ്ടോ? സാർ പറഞ്ഞ പോലെ AMI ബാക്കിയുള്ള പല രീതിയിലുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ടാർഗറ്റും KSEBക്ക് ഉള്ളതായിട്ട് നമുക്കറിയില്ല. അവർ കൊടുത്ത കോൺട്രാക്റ്റ് ഇതുവരെ ഒരൊറ്റ മീറ്റർ പോലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യയിൽ മൊത്തമായിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടും ഇതിനായിട്ട് ഒന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജിയുടെ സോഴ്സ് അത് എൻകറേജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതും കാണുന്നില്ല. കാരണം അത് ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെഗുലേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ടെക്നോളജി ഇങ്ങനെ നമ്മുടെ പവർ സെക്ടറിൽ ഇൻവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ R&Dക്ക് വേണ്ടി എന്തെങ്കിലും KSEB കാശ് മുടക്കുന്നുണ്ടോ? ഒന്നും മുടക്കുന്നില്ല. അങ്ങനെയുള്ളതായിട്ട് നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ചിട്ട് KSEBയുടെ പ്രവർത്തനങ്ങളെയും കേരളത്തിലെ എനർജി സെക്ടറിൻ്റെ കാര്യങ്ങളെയും പരിവർത്തനം ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് കാണുന്നത് വളരെ നിരാശാജനകമായ വേറൊരു പബ്ലിക് സെക്ടറിൻ്റെ പരാജയം കൂടെ ആയിരിക്കും എന്ന് ഈ KSEBയെയും KSERCയെയും ജനങ്ങളെയും ബോധിപ്പിക്കാനാണ് ഞാൻ ഈ സമയത്ത് താല്പര്യപ്പെടുന്നത്. പക്ഷെ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും, ഇതിപ്പോൾ കംപ്ലീറ്റ് KSEBയുടെ കൺട്രോളിലാണ്. KSEB റിട്ടയർഡ് ആൾക്കാരാണ് അവിടെ ഫുള്ളായിട്ടിരിക്കുന്നത്. അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നതും ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നതും സത്യത്തിൽ അവർ തന്നെയാണ്. അവരുടെ കൺട്രോളിലാണ് ഈ ഡ്രാഫ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ സബ്സിഡി എന്ന് പറയുമ്പോൾ ഈ സബ്സിഡി ഒരു നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാതിരിയാണ് വരുന്നത്. ഈ സബ്സിഡിക്കെതിരെ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ കിട്ടുന്ന പണമല്ല. അത് ഇലക്ട്രിക് സെക്ടർ, ഈ എനർജി സെക്ടറിൽ പൊതുജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിസ്കറേജ് ചെയ്യുന്ന റെഗുലേഷൻസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ സോളാർ ഇൻസ്റ്റലേഷൻ എക്സ്പോണൻഷ്യലായിട്ട് പൊങ്ങി വരുന്നു. അത് KSEBയെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു അബ്സർഡ് സിറ്റുവേഷനാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇങ്ങനെയുള്ളൊരു അഡോപ്ഷൻ, പൊതുജനം റിന്യൂവലിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റായിട്ടാണ് കാണുന്നത്. അതിന് വിരുദ്ധമായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നതിൻ്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പറയുന്നത് ഇതെന്തോ വലിയൊരു അപകടം മുന്നിൽ വരുന്നതായിട്ടാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള മാറ്റങ്ങൾ ടെക്നോളജിക്കലായിട്ടും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവും മാനേജ്മെൻറ്റും സ്വന്തം KSEBയുടെയും എഫിഷ്യൻസി. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപാട് ബാധ്യതകൾ ഈ ലൈസൻസി KSEBക്കുണ്ട്. അപ്പോൾ KSEBക്ക് ഉള്ള മാൻഡേറ്റ് എന്താണ് എന്നുള്ളത് ഈ റെഗുലേറ്ററി ഡ്രാഫ്റ്റിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ KSEBയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, എവിടെയാണ് അവർ പുതിയ ഈ പറയുന്ന ഒരു മാറ്റം വരുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം രീതിയിൽ ഉള്ള ഗൈഡൻസാണ് ഈ റെഗുലേറ്ററി ഡ്രാഫ്റ്റിലുള്ളത്. അത് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ഇതിൻ്റെ മുഴുവൻ ബാധ്യത പ്രൊസ്യൂമേഴ്സിൻ്റെ, സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും ഈ ടാരിഫിലും ഒക്കെ മാറ്റം വരുത്തുകയും അങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് ഉള്ളത്. പിന്നെ രണ്ടാമത്, നമുക്ക് പല കാര്യങ്ങളിലും നിയമങ്ങൾ കൂടാതെ, നോംസ് കൂടാതെ പോളിസീസ് ഉണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മറികടക്കാനുള്ള ആക്ഷൻസ് വേണം. അതിനൊരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ കേരളത്തിൻ്റെയും ഒരു സ്റ്റേറ്റ്
ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനുണ്ട്. ഈ ക്ലൈമറ്റ് ആക്ഷനിലെല്ലാം പറയുന്നത് ഈ എനർജി ട്രാൻസിഷനാണ്. അതായത് നമ്മൾ റിന്യൂവൽസിലേക്ക് ട്രാൻസിഷൻ നടത്തണം എന്നുള്ളതാണ് എല്ലാ പോളിസീസിലുള്ളത്. അത് എൻവയൺമെൻറ്റൽ പോളിസി ആയാലും എനർജി പോളിസി ആയാലും ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ പോളിസി ആയാലും ഇതിലെല്ലാ ഡോക്യുമെൻസിലും ഉള്ളതിന് ഘടകവിരുദ്ധമായിട്ടുള്ള റെക്കമെൻഡേഷൻസാണ് ഈ റെഗുലേറ്ററി ഡ്രാഫ്റ്റിലുള്ളത്. അതെ, 3 കിലോവാട്ട് ഉള്ളവരാണെങ്കിൽ പോലും 2 കിലോവാട്ട് വരെയുള്ളവർക്കാണ് മാറ്റമില്ലെന്ന് അവർ പറയും. അതിൽ പോലും അവിടെ ഞാൻ പറഞ്ഞ ബില്ലിങ് മാറിയിട്ടുണ്ട്. ബില്ലിങ് ഈ പറയുന്ന 3 കിലോവാട്ട് ഉള്ളവരാണെങ്കിലും എല്ലാവർക്കും ഒന്നാമത്തെ പറയുന്നത് 3 സോൺ. ഞാൻ പറയുന്നത് ആ ബാങ്കിങ് സിസ്റ്റം ശരിക്കും നിയർലി അബോളിഷ്ഡാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ബില്ലിൻ്റെ അവസാനമാകുമ്പോഴാണ് നെറ്റ് ചെയ്യുന്നത്. ഇപ്പം അവർ അക്കൗണ്ട് ചെയ്യുന്നത് തന്നെ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് 100 യൂണിറ്റ് പുറത്തേക്ക് വിട്ടാൽ അത് തിരിച്ചെടുക്കുമ്പോൾ എൻ്റെ ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്, സോളാർ സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ 1:1, അല്ലാത്ത സമയത്താണെങ്കിൽ 1:0.67, രാത്രി പീക്ക് സമയത്താണെങ്കിൽ 1:0.67. അതായത് 0.61 എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെയുണ്ട്. പിന്നെ രാത്രിയിലാണെങ്കിൽ 0.85ൻ്റെ ഫാക്ടറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ഇത് നെറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ തന്നെ അതിൻ്റെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് ആ മാസത്തിൽ. ഈ പറഞ്ഞാൽ 2 KW വരെ ഉള്ളൂ അഫക്റ്റഡ് അല്ലാത്തതുള്ളത്. 3 KW വരെ നെറ്റ് മീറ്ററിങ് ആണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായിട്ട് സാർ പറഞ്ഞ പോലെ ഒന്ന് ബാങ്കിങ് ഇല്ല. ഈ മാസമുള്ള എനർജി അടുത്ത മാസത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഒരു പോയിന്റ് ഈ പറഞ്ഞ നോർമലൈസേഷൻ ഫാക്ടർ 1:1 ആണ് ഇപ്പോൾ റേഷ്യോ. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലെ തന്നെ രാത്രി ഉപയോഗിക്കാം. ഇനി അങ്ങനെ പറ്റില്ല. അപ്പോൾ 3 KW വരെ ഉള്ളവരെ അത് ബാധിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവരുടെ പരസ്യം വരുന്നത് ബാധിക്കത്തില്ലെന്ന്. അത് തെറ്റാണത്. പക്ഷേ ഈ സെക്ടറിലേക്ക് പുതിയതായിട്ട് ആൾക്കാർ വരുന്നത് നിരുത്സാഹപ്പെടുത്തുന്നു. ഇപ്പോൾ ഉള്ളത് വെച്ച് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതായത് പ്രോഗ്രസ് നിർത്തുക എന്നുള്ളതാണ് പോളിസി. അല്ലാതെ ഇത് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല, തിരിച്ച് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. വണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളതല്ല പോളിസി. സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും പറയുന്നതിനൊന്നും ബേസിസ് ഇല്ല. ശരിക്കും KSEBക്ക് ലാഭമാണ് ഉണ്ടാകുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇവർ പുറത്തുനിന്ന് മേടിക്കേണ്ടത്. അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒരു പവർ പോളിസി, പവർ പർച്ചേസ്. നമുക്കറിയാം 70% ഇലക്ട്രിസിറ്റി നമ്മൾ വാങ്ങിക്കാൻ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. കേരളത്തിൽ പുറത്തുനിന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ പവർ പോളിസിക്കകത്ത് പവർ പർച്ചേസ് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇൻറ്റേർണൽ ജനറേഷൻ കൂട്ടുക മാത്രമല്ല, അത് വെച്ചിട്ട് ഇവർ ഫോർകാസ്റ്റ് ചെയ്യണം. നമുക്ക് നാളെ 3 വിധത്തിലുള്ള പല വിധത്തിലുള്ള ഫോർകാസ്റ്റ് അവിടെയാണ് ഞാനിത് പറഞ്ഞു വരുന്നതാണ്. എന്തൊക്കെ ഫെയിലിയർ, ഇവിടെ കഴിവുകേട്, തോൽവികളെല്ലാം അവരിപ്പം സോളാറിൻ്റെ തലയിലേക്ക് വെക്കാൻ നോക്കുകയാണ്. ഇവർ ശരിക്കും ഫോർകാസ്റ്റ് ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ട് ഇലക്ട്രിസിറ്റി, അതായത് ഡേ വൈസ് ഓരോ മണിക്കൂറിനനുസരിച്ച് ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇതിനകത്ത് ശരിക്കും ഡിമാൻഡ് ലോഡ് ജനറേഷൻ ബാലൻസ് ആണ് ഗ്രിഡിൻ്റെ ഇത്. അതായത് റിയൽ ടൈമിൽ ഉൽപ്പാദിപ്പിച്ച് അന്നേരം തന്നെ ഉപയോഗിക്കണം. അപ്പം ഇതിൻ്റെ ജനറേഷൻ സോഴ്സും ലോഡും തമ്മിൽ ഫോർകാസ്റ്റ് ചെയ്യണം. ലോഡ് ഫോർകാസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ പറയുന്ന സോഴ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം. അങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. ഓരോ മണിക്കൂർ വൈസ് ഫോർകാസ്റ്റ് ചെയ്യണം. ഡേ വൈസ് ഫോർകാസ്റ്റ്. സൺഡേ ഡിമാൻഡ് കുറവായിരിക്കും, ഹോളിഡേ ഡിമാൻഡ് കുറയ്ക്കുക. അങ്ങനെ ഡേ വൈസ് ഫോർകാസ്റ്റ് ചെയ്യണം. പിന്നെ സീസൺ വൈസ്, അതായത് ഇവർക്ക് വേനൽക്കാലം, മഴക്കാലം അല്ലാത്ത സമയത്തൊക്കെയുള്ള സീസൺ വൈസ് ഫോർകാസ്റ്റ് ചെയ്യണം. അതിനുശേഷം അവർക്ക് ഫ്യൂച്ചറിലേക്കും ഫോർകാസ്റ്റ് ചെയ്യണം. ഇത് ഫോർകാസ്റ്റ് ചെയ്യാൻ കൃത്യമായ മോഡലുകളുണ്ട്, സയൻറ്റിഫിക് മെക്കാനിസം ഉണ്ട്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഇവരുടെ കഴിവുകേടുകൾ, അതിനുള്ള ഡേറ്റ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറയുന്ന ഈ നേരത്തെ പറഞ്ഞ ഡിജിറ്റലൈസേഷനും AMI പോലുള്ള സിസ്റ്റംസ്, ഇതൊക്കെ ഇവോൾവ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് കാലാനുസൃതമായിട്ടുണ്ടാകാത്ത ഇത്, അതിനുള്ള എക്സ്പെർട്ടൈസിൻ്റെ കുറവുകൾ, അതിനുള്ള മോഡൽസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കുറവുകൾ, ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കുറവുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ കൂടുതൽ ഇലക്ട്രിസിറ്റി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാനതൊരു ചോദിക്കുന്നത്. ഇവർ നേരത്തെ 5000 മെഗാവാട്ട് വേണ്ടപ്പോൾ 6000 മെഗാവാട്ട് മേടിച്ച് വെച്ച്, എന്നിട്ട് 6000 മെഗാവാട്ട് സറണ്ടർ ചെയ്യുക. നമ്മൾ നോക്കിയാൽ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം, 2021-22 2000 മില്യൺ യൂണിറ്റ് വരെ സറണ്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സോളാർ കാരണം എപ്പോഴും സറണ്ടർ, ഇവരിപ്പം നഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മുമ്പുള്ള പല വർഷങ്ങളും 1000 മില്യൺ യൂണിറ്റ്, 2000 മില്യൺ യൂണിറ്റ്, 1800 മില്യൺ യൂണിറ്റ് ഒക്കെ സറണ്ടർ ചെയ്ത വർഷങ്ങളുണ്ട്. കാരണം കൂടുതൽ വാങ്ങിച്ചു വെച്ച്. അപ്പോൾ കൂടുതൽ വാങ്ങിച്ചു വെക്കുന്നതിന് പകരം ഇതിനകത്ത് ചെയ്യേണ്ടത് ഇവർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ഇൻറ്റേർണൽ ജനറേഷനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രീതി, അതാണ് നമ്മൾ കൊയ്തെടുക്കുക എന്നാണ് പറയുന്നത്. അതായത് RES, ഹാർനസിങ് ദ RES, അതാണ് ടെക്നിക്കിന് പറയുന്നത്. അപ്പോൾ അതിനെ കൊയ്തെടുക്കാൻ പറ്റുന്ന രീതി ഗ്രിഡിനെ കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടെക്നോളജി വേണം. ആ ടെക്നോളജി ഇവർ അഡോപ്റ്റ് ചെയ്യണം. അത് അഡോപ്റ്റ് ചെയ്യുന്നതിന് പുറംതിരിഞ്ഞ് നിന്നാൽ ഒരു കാര്യമില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ബേസിക്കലി ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് ഏറ്റവും നല്ല രീതിയിൽ ഹാർനസ് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യയിലുണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതിനെ നേരെ നമ്മൾ അബ്സോർവ് ചെയ്യണം. അത് അബ്സോർവ് ചെയ്യണം. അതേ ഞാൻ പറഞ്ഞത് മറ്റ് സ്റ്റേറ്റുകൾ, നമ്മുടെ അയൽവക്കത്തിരിക്കുന്ന നമ്മുടെ തമിഴ്നാട്, കർണാടക. തമിഴ്നാടിൻ്റെ വിണ്ട് എത്രയാണ്? 10000 മെഗാവാട്ടാണ് വിണ്ട് തന്നെ. എല്ലാം കൂടെ കൂട്ടിയാൽ 10-15,000, 20,000 20,000 മെഗാവാട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ കർണാടകയ്ക്ക് 10-20,000 മെഗാവാട്ടുണ്ട്.
ഈ പറഞ്ഞ വിൻഡ് ആൻഡ് സോളാർ തന്നെ. ആ സമയത്താണ് അവരൊക്കെ ഇതൊക്കെ വളരെ നീറ്റായിട്ട് മാനേജ് ചെയ്യുന്നത്. അവർക്ക് നെറ്റ് സീറോ 70% നെറ്റ് സീറോ വരെ വരുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് ചില സമയത്ത്. എന്ന് പറഞ്ഞാൽ മുഴുവൻ എനർജിയും ചില സെക്കൻഡ് നമ്മൾ നെറ്റ് സീറോ അച്ചീവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല ചെയ്യുക. നമ്മൾ ചില സെക്കൻഡുകളിൽ, ചില മണിക്കൂറുകളിൽ, ചില ദിവസങ്ങളിൽ ഇങ്ങനെ വന്നാണ് അത് അവസാനം പോകേണ്ടത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ആൾക്കാർ ഇതുപോലെ തന്നെ നേരെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് KSEBക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. KSEBക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു നല്ല ഓർഗനൈസേഷനായിട്ട് മുന്നോട്ട് വരും. ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല.